നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളൊരു വന്യമൃഗമായിരിക്കുമല്ലോ കുരങ്ങൻ. നമ്മളെല്ലാവരും അതിനെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഏറ്റവും കൂടുതൽ സജഷൻസ് വന്നിട്ടുള്ള കുരങ്ങന്മാരെ കുറിച്ചൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേരളത്തിലെ കുരങ്ങന്മാരെ കുറിച്ചാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ മനുഷ്യരും കുരങ്ങന്മാരും ഒക്കെ സസ്തനികളാണ്. ഇത് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓർഡറിലാണ് ഈ കുരങ്ങുകളും മനുഷ്യരും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ പ്രൈമേറ്റ്സ് എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ പ്രൈമേറ്റ്സിനുള്ള ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അവർക്ക് തള്ളവിരൽ മറ്റു വിരലുകൾക്ക് അഭിമുഖമായിട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. ഒപ്പോസിബിൾ തമ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പം നമുക്ക് മനുഷ്യരുടെ വിരലുകൾ നോക്കിയാൽ അറിയില്ല, ഈ വിരൽ ബാക്കിയുള്ള തള്ളവിരൽ ബാക്കിയുള്ള വിരലുകളുടെ നേരെ പിടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് മരത്തിൽ കയറാനും ഏതെങ്കിലും കമ്പയിലൊക്കെ ഉറപ്പായിട്ട് ഗ്രിപ്പ് ചെയ്ത് പിടിക്കാനും ഒക്കെ ഈ ഒപ്പോസിബിൾ തമ്പൊക്കെ ഇവരെ സഹായിക്കുന്നുണ്ട്. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫോർവേഡ് ഫേസിങ് ഐസ് ആണ്. എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ണുകളാണുള്ളത്. ബൈനോക്കുലർ വിഷൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നല്ല ഡെപ്തിലൊക്കെ കാണാനും ഇവരിത് സഹായിക്കുന്നുണ്ട്, ഈ ഫോർവേഡ് ഫേസിങ് കണ്ണുകൾ. ബൈനോക്കുലർ വിഷൻ എന്താണെന്ന് ഞാൻ മുമ്പ് പല വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇവിടെ പറയുന്നില്ല. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശരീരത്തിൻ്റെ സൈസും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇവർക്ക് വലിയ തലച്ചോറാണുള്ളത്, വലിയ ബ്രെയിൻ ആണുള്ളത്. അത് പ്രൈമേറ്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇവർക്ക് ബുദ്ധി നല്ലതായിട്ട് കൂടുതലായിരിക്കും. നമുക്ക് മനുഷ്യരുടെ ബുദ്ധിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പ്രൈമേറ്റ്സിനൊക്കെ നല്ല വീതിയുള്ള നഖങ്ങളാണുള്ളത്. നമുക്കറിയാം മനുഷ്യരുടെ നഖം എന്ന് പറയാൻ നല്ല വീതിയുള്ളതാണ്. നമുക്കറിയാം പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ നഖം നോക്കി കഴിഞ്ഞാൽ നല്ല നീളത്തിലുള്ള ക്ലോസ് ആണുള്ളത്. അവർക്ക് മരത്തിലൊക്കെ പിടിച്ച് കയറാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള നഖങ്ങളാണ് അവർക്കുള്ളത്, ക്ലോസ് ആണുള്ളത്. അതേസമയം പ്രൈമേറ്റ്സിനൊക്കെ നല്ല വീതിയുള്ള നഖങ്ങളാണുള്ളത്. പ്രൈമേറ്റ്സിന് നെയിൽസ് ആണുള്ളത്, ബാക്കിയുള്ള പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ ക്ലോസ് ആണുള്ളത്. ഇതൊക്കെയാണ് പ്രൈമേറ്റ്സിൻ്റെ ചില പ്രത്യേകതകൾ. കുരങ്ങുകൾ, ആൾക്കുരങ്ങുകൾ, മഡഗാസ്കറുള്ള ലെമൂർസ് എന്ന് പറഞ്ഞ കുറേ സ്പീഷീസുകളുണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ള കുട്ടിത്തേവാങ്കൾ, ലോറിസുകൾ, പിന്നെ മനുഷ്യരൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ പ്രൈമേറ്റ്സുകൾ. ഇന്ത്യയിൽ പ്രൈമേറ്റ്സിൻ്റെ എല്ലാം കൂടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അത് 23-ലധികം സ്പീഷീസ് ഉണ്ട്. പല ജനുസിലായിട്ട് 23-ലധികം സ്പീഷീസുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് കുരങ്ങുകളും പിന്നെ നമുക്ക് കുട്ടിത്തേവാങ്കും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കേരളത്തിലെ കുരങ്ങുകളെ കുറിച്ചാണ്. കുട്ടിത്തേവാങ്കിനെ കുറിച്ച് പിന്നീട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി കേരളത്തിൽ കാണുന്ന കുരങ്ങന്മാർ മക്കാക്സ് എന്നും ലങ്കൂർസും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 2 മക്കാക്സും 3 ലങ്കൂർസും ഉണ്ട്, നമുക്ക് കേരളത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഈ മക്കാക്സും ലങ്കൂർസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ മക്കാക്സ് എന്ന് പറഞ്ഞ് ഇച്ചിരി സ്റ്റോക്കി അടുത്ത് ഇച്ചിരി തടിച്ചിട്ടിരിക്കുന്നതാണ്. അതേസമയം ലങ്കൂർസ് മക്കാക്കിനെ അപേക്ഷിച്ചിട്ട് ഇച്ചിരി സ്ലിം ആണ്. ഈ മക്കാക്സ് ഒക്കെ ഒംനിവോറസ് ആണ്. എന്ന് പറഞ്ഞാൽ അവർ സാധാരണ കഴിക്കുന്ന പഴങ്ങളും ഇലകളും ഒക്കെ കഴിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഏതെങ്കിലും പക്ഷിയുടെ മുട്ട കണ്ടാലോ ചെറിയ ജീവികളെ കണ്ടാലോ അതിനെയൊക്കെ പിടിച്ച് തിന്നാറുണ്ട്. ചില സമയത്തൊക്കെ പലതരത്തിലുള്ള പ്രാണികളെയൊക്കെ പിടിച്ച് ഇവർ കഴിക്കാറുണ്ട്. എന്നാൽ ഈ ലങ്കൂർസൊക്കെ അവർ ഇലകളും കായ്കളുമാണ് മെയിനായിട്ട് കഴിക്കുന്നത്. ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇവർ കഴിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലങ്കൂർസ് ഒക്കെ വെജിറ്റേറിയനും മക്കാക്സ് ഒക്കെ നോൺ വെജിറ്റേറിയൻസും ആണ്. വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ മക്കാക്സിനൊക്കെ അവർക്കൊരു ചീക്ക് പൗച്ച് ഉണ്ട്. അവർ സാധാരണ ഒരു കൂട്ടമായിട്ടാണ് കാണുന്നത്. അപ്പം കൂട്ടമായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കുറേയേറെ ഭക്ഷണം, വലിയൊരു മരത്തിലെ കുറേയേറെ ഫ്രൂട്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് പോയിട്ട് കുറേ ഫ്രൂട്ട്സുകൾ ഒരുമിച്ച് പറിച്ചെടുത്തിട്ട് വായിക്കാത്തൊരു പൗച്ചുണ്ട്, ഈ ചീക്ക് പൗച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അവർ തിരികെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും, പെട്ടെന്ന് കുറേ എണ്ണം എടുത്തിട്ട്. അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് എവിടെ സമയം കിട്ടുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിരുന്നത് സ്വസ്ഥമായിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ചീക്ക് പൗച്ച്. അത് ലങ്കൂർസിനില്ല, അത് മക്കാക്സിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ ചീക്ക് പൗച്ച്. അതുപോലെ തന്നെ ഈ ലങ്കൂർസ് ഒക്കെ കൂടുതലായിട്ട് മരത്തിന് മേളിൽ സമയം ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്നതാണ്. കാരണം അവർ ഇലകളും പഴങ്ങളും ഒക്കെ ആണല്ലോ കഴിക്കുന്നത്. അതേസമയം മക്കാക്സ് ഒക്കെ മരത്തിന് മുകളിൽ ഉണ്ടെങ്കിലും അവർ നിലത്തിറങ്ങി കൂടുതൽ നേരം ഭക്ഷണം തേടാറുണ്ട്. ലങ്കൂർസ് ഒക്കെ താഴോട്ട് വരാറുണ്ട്, എങ്കിലും മക്കാക്സ് ആണ് കൂടുതൽ സമയം നിലത്ത് ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ ലങ്കൂർസ് ഒന്നും അധികം മനുഷ്യരുമായിട്ട് അത്ര ഇടപഴകാൻ താല്പര്യപ്പെടാത്ത കുരങ്ങുകളാണ്. അതേസമയം നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള നാട്ടുകുരങ്ങൊക്കെ സാധാരണ മനുഷ്യരുമായിട്ട് അടുത്തിടപഴകുന്ന കുരങ്ങുകളാണ് ഈ മക്കാക്സ് ഒക്കെ. അതുപോലെ തന്നെ മക്കാക്സിൻ്റെ ഒക്കെ ഗ്രൂപ്പിൽ ചിലപ്പോൾ 2-3 മെയിൽസുകളെ കാണാൻ പറ്റും. എന്നാൽ ലങ്കൂർസിൻ്റെ ഒക്കെ ഗ്രൂപ്പിൽ സാധാരണ ഒരു മെയിലായിരിക്കും, ഒരു ഡോമിനന്റ് മെയിലായിരിക്കും സാധാരണയായിട്ട് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു മക്കാക്സും ലങ്കൂർസും തമ്മിലുള്ള കുറേ വ്യത്യാസങ്ങളൊക്കെ. ഇനി ലങ്കൂർസിനും മക്കാക്സിനും പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ സ്പീഷീസിലേക്ക് കടന്നു വരാം. ഈ ലങ്കൂർസും മക്കാക്സും ഒക്കെ സാധാരണ ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് കാട്ടിൽ കാണുന്ന കുരങ്ങന്മാരുടെ ഗ്രൂപ്പുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയില്ല, കാട്ടിലൊക്കെ പ്രിഡേറ്റേഴ്സ് കുറേ ഉണ്ട്, കടുവ, പുലി, വൈൽഡ് ഡോഗ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് സാധാരണ ഒരു കുരങ്ങ് മരത്തിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക്, അടുത്തുള്ള മരത്തിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് കയറി നിന്നിട്ട്
ഏതെങ്കിലും മൃഗങ്ങൾ അടുത്തോട്ട് വരുന്നുണ്ടോ എന്ന് അവർ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. സാധാരണ ഇതൊരു സബ് അഡൽട്ട് കുരങ്ങനായിരിക്കും ഈ ചുമതല. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അഡൽട്ട് അല്ലായിരിക്കും, ഡോമിനൻറ്റ് മെയിലോ ഡോമിനൻറ്റ് ഫീമെയിലോ ഒന്നുമല്ല, ഒരു സബ് അഡൽട്ടിനായിരിക്കും ഇതിൻ്റെ ചുമതല. ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് കയറി നിന്നിട്ട് ഏതെങ്കിലും മൃഗങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം ബാക്കിയുള്ള ഗ്രൂപ്പിലെ കുരങ്ങന്മാരൊക്കെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ നിലത്തിറങ്ങിയിട്ട് ഭക്ഷണം തേടുന്നുണ്ടായിരിക്കും. എന്നിരുന്നാലും ഒരു കുരങ്ങ് അതിൻ്റെ മണ്ടയ്ക്കായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കടുവയോ പുലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈൽഡ് ഡോഗോ ദൂരത്തു നിന്നൊക്കെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കുരങ്ങ് വളരെ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുകയും പെട്ടെന്ന് ഈ കുരങ്ങന്മാർക്ക് വാർണിംഗ് കൊടുക്കുകയും ചെയ്യും അടുത്തൊരു പ്രിഡേറ്റർ ഉണ്ട്. അന്നേരം ബാക്കിയുള്ള കുരങ്ങുകളെല്ലാം ഓടി മരത്തിൻ്റെ മണ്ടയിലോട്ട് കയറി രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കിനും ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറേയേറെ റീലുകൾ കാണുന്നുണ്ട്. കുരങ്ങുകളും മാനുകളും ഭയങ്കര സുഹൃത്തുക്കളാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരോപകാരമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കുറേ റീലുകളൊക്കെ കാണുന്നുണ്ട്. ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കാട്ടിലൊക്കെ സാധാരണ മരത്തിൻ്റെ മണ്ടയ്ക്കിരുന്ന് കുരങ്ങ് ഇലയൊക്കെ തിന്നുന്ന സമയത്ത് താഴെ മാനുകൾക്കൊക്കെ കുറേ ഇലകളൊക്കെ കിട്ടാറുണ്ട്. ഇതെന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കുരങ്ങുകളൊക്കെ നല്ല കട്ടിയുള്ള ഇല കഴിക്കുമ്പോഴത്തേക്ക് അവർ ഇല മൊത്തമായിട്ട് കടിച്ച് തിന്നാറില്ല. അവർ ഈ ഇലയുടെ സ്റ്റോക്കുണ്ട്, ഇലയുടെ അറ്റത്തുള്ള ചെറിയ തണ്ടുണ്ട്, അത് മാത്രം കടിച്ചിട്ട് അവർ തിന്നാറില്ല. ബാക്കി ഇല താഴോട്ട് പൊഴിഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊഴിഞ്ഞ് വീഴുന്ന ഇല തിന്നാൻ വേണ്ടിയിട്ടാണ് താഴെ മാനുകൾ കൂട്ടമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും പല ഗൈഡുമാരും പറഞ്ഞ നാച്ചുറലിസ്റ്റും ഒക്കെ പറയുന്നത്, ഇവർ ഈ മനഃപൂർവ്വം ഈ ഇല കടിച്ച് തിന്നിട്ട് കുറച്ച് തിന്നിട്ട് ബാക്കിയൊക്കെ ഈ മാനുകൾക്ക് വേണ്ടി പൊഴിച്ചിടുന്നതാണെന്ന് അവർ ചിന്തിച്ചിട്ട് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി ശരിയല്ല. ഈ സ്റ്റോക്ക് മാത്രം കഴിച്ചിട്ട് ബാക്കി താഴോട്ട് പൊഴിഞ്ഞ് വീഴുന്നതാണ് അത് താഴോട്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ കുരങ്ങൊക്കെ മാനുകളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തോന്നും, പക്ഷേ അതങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അത്. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകതയാണ് ഗ്രൂമിങ്. ഗ്രൂമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുരങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് മറ്റു കുരങ്ങൾ പോയിട്ട് ബാക്കിയുള്ള കുരങ്ങിൻ്റെ ദേഹത്തൊക്കെ എന്തെങ്കിലും മാൻ ചെള്ളുകളോ വേറെ എന്തെങ്കിലും കീടങ്ങളോ ഒക്കെ ഇരിപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ എടുത്ത് കളയുകയും അതൊക്കെ എടുത്ത് അവർ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ചില സമയത്തൊക്കെ അവരുടെ ദേഹത്തുള്ള സോൾട്ട് പാർട്ടിക്കിളുണ്ട്, ഈ ഉപ്പിൻ്റെ അംശം അടിഞ്ഞിരിക്കുന്നു, അല്ലെ പഴയ ഡെഡ് സ്കിന്നോ അതൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ എടുത്ത് ഇവർ കഴിക്കാറുണ്ട്, ഇത് റിമൂവ് ചെയ്ത് കഴിക്കാറുണ്ട്. ഇതൊക്കെ അവരുടെ ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മ മാത്രമല്ല അതിനെ നോക്കുന്നത്, ബാക്കിയുള്ള അവരുടെ ആൻറ്റിമാരോ അങ്കിൾമാരോ ഒക്കെ കുഞ്ഞായിട്ടുള്ള യങ്സ്റ്റേഴ്സായിട്ടുള്ള കുരങ്ങുകളൊക്കെ പോയിട്ട് കുഞ്ഞുങ്ങളെ എടുത്ത് അവരുടെ സ്വന്തം കുഞ്ഞിനെ പോലെ എടുത്ത് നോക്കി വളർത്താറൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഒരുമിച്ച് അങ്ങനെയാണ് ഇവർ ചെയ്യാറുള്ളത്. ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു ഹോം റേഞ്ച് ഉണ്ട്. ആ ഹോം റേഞ്ചിൻ്റെ അകത്തോട്ട് സാധാരണ വേറെ ഏതെങ്കിലും കുരങ്ങുകൾ വന്നാൽ അവർ അടിച്ചോടിക്കാറൊക്കെ ഉണ്ട്. നല്ല അടിയും പിടിയൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്, നല്ല ഫൈറ്റുകളൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പം ഹോം റേഞ്ചിന് വേണ്ടി ഇവർ കൃത്യമായിട്ട് ഫൈറ്റൊക്കെ ചെയ്യാറുണ്ട്. വേറൊരു കാര്യം, ഈ കുരങ്ങിൻ്റെ ഗ്രൂപ്പിൽ എപ്പോഴും ഒരു ബാച്ചിലർ ഗ്രൂപ്പ് ഉണ്ട്. ഓൾ മെയിൽ പാർട്ടി എന്നാണ് ഞങ്ങൾ സാധാരണ പറയാറുള്ളത്. ഞാനെപ്പോഴും ഒരു കുരങ്ങിൻ്റെ ഗ്രൂപ്പിനെ കാണുമ്പോഴത്തേക്കും ഞാൻ നോക്കുന്നത് ഇത് മൊത്തം മെയിലാണോ അതോ മെയിലും ഫീമെയിലും കുഞ്ഞുങ്ങളൊക്കെ കൂടിയ ഗ്രൂപ്പാണെന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത്. ചില സമയത്തൊക്കെ മെയിലുകൾ മാത്രമുള്ള ഗ്രൂപ്പുകൾ കാണാറുണ്ട്. അതിന് ഓൾ മെയിൽ പാർട്ടി അല്ലെങ്കിൽ ബാച്ചിലർ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ഗ്രൂപ്പുകൾ എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത ഒരു ഗ്രൂപ്പും കുരങ്ങുകളുണ്ട്. ഇപ്പോൾ ഒരു ലങ്കൂറിൻ്റെ അല്ലെങ്കിൽ മക്കാക്കിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 20-30 ഉള്ള ഒരു ഗ്രൂപ്പായിരിക്കും. അവിടെ ഒരു ഡോമിനൻറ്റ് മെയിലായിരിക്കും സാധാരണയായിട്ടുള്ളത്. ലങ്കൂർസിൻ്റെ മക്കാക്സിൻ്റെ ആണെങ്കിൽ ചിലപ്പോൾ 2-3 മെയിലുകളൊക്കെ കാണും. അപ്പോൾ ആ ഗ്രൂപ്പിലോട്ട് ഏതെങ്കിലും ഒരു പുതിയ മെയിൽ വന്നിട്ട് അവിടുത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള മെയിലിനെ ഓടിച്ചു കഴിഞ്ഞാൽ, അടിച്ചോടിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിനെ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ, ഈ പുതുതായിട്ട് വന്ന മെയിൽ കുരങ്ങ് ആ ഗ്രൂപ്പിലുള്ള ആൺകുരങ്ങൾ, കുഞ്ഞായിട്ടുള്ള ആൺകുരങ്ങുകളെ മൊത്തം കൊല്ലാനായിട്ട് ശ്രമിക്കും. ഡോമിനൻറ്റ് മെയിലിനെ ബാക്കിയുള്ള ആൺകുരങ്ങുകളൊക്കെ കൊല്ലാനായിട്ട് ശ്രമിക്കും. ഫിമെയിൽസിനെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ ആൺകുരങ്ങുകളെല്ലാം പെട്ടെന്ന് ഓടിപ്പോയിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതാണ് ബാച്ചിലർ ഗ്രൂപ്പായിട്ടിരിക്കുന്നത്. അവർ പിന്നീട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിന് വലുതായിട്ട് വേറെ ഗ്രൂപ്പുകളൊക്കെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള പല ഗ്രൂപ്പുകളും നമ്മൾ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട്, ബാച്ചിലർ ഗ്രൂപ്പായിട്ടുള്ള മെയിൽസിനെയൊക്കെ. അതുപോലെ തന്നെ ഇവർ ഡോമിനൻസ് കാണിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ ഡോമിനൻറ്റ് മെയിലൊക്കെ ഡോമിനൻസ് കാണിക്കാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇവർ മരത്തിൻ്റെ മണ്ടയിലൊക്കെ കയറിയിട്ട് ഈ ബ്രാഞ്ചൊക്കെ നന്നായിട്ട് കുലുക്കിയിട്ട് ബാക്കിയുള്ള യങ്ങായിട്ടുള്ള മെയിൽസിനെ ബാക്കിയുള്ള ഫീമെയിൽസിനൊക്കെ കാണിക്കുകയാണ്, ഞാനാണ് ഈ ഗ്രൂപ്പിലെ സ്ട്രോങ് എന്ന് കാണിക്കാൻ വേണ്ടി മരത്തിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ കുലുക്കി കാണിക്കാറുണ്ട്. പിന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ മരത്തിലൊക്കെ ഉണങ്ങിയ വലിയ ബ്രാഞ്ചുകളൊക്കെ കാണും. ഇവർ ഈ മരത്തിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഈ ഉണങ്ങിയ ബ്രാഞ്ചിൻ്റെ മണ്ടയിലോട്ട് ചാടിയിട്ട് ഈ വലിയ ബ്രാഞ്ച് ഒടിഞ്ഞ് വീഴുമ്പോഴത്തേക്കും വലിയ സൗണ്ട് ഉണ്ടാകും. അപ്പോൾ ബാക്കിയുള്ള കുരങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുരങ്ങാണെന്ന് ഇതിന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി ഇവർ കുറേ കാര്യങ്ങൾ കാണിക്കാറുണ്ട്. ഞാൻ പല കാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഇവർ ഈ ടൈൽ, ഇപ്പം നമ്മുടെ ഓടിട്ട റിസോർട്ടും ഹോട്ടൽസും ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് പോയിട്ട് തോന്നുന്ന പറഞ്ഞ് ഇവർ ചാടുന്ന സമയത്ത് ഈ ടൈലുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതും ആക്ച്വലി ഒരു ഡോമിനൻസിൻ്റെ ഭാഗമാണ്. കാരണം വലിയ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് പല കാര്യങ്ങളും പൊട്ടിക്കാൻ പറ്റുമെന്നൊക്കെ കാണിക്കുന്നത് ഇവരുടെ ഓരോ ഡോമിനൻസിൻ്റെ ഭാഗമാണ്. ഈ കുരങ്ങുകളെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് ഈ ഹനുമാൻ ലങ്കൂസിനെ പറ്റിയിട്ട് ഏകദേശം ഒരു 60 വർഷം മുമ്പ് മൗണ്ട് അബു എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, രാജസ്ഥാനിലെ മൗണ്ട് അബു എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പേഴ്സൺ
3-4 വർഷം ഈ കുരങ്ങുകളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരുന്നു. അദ്ദേഹം പഠിച്ചപ്പോഴത്തേനാണ് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലായത്. അദ്ദേഹം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ പലപ്പോഴും കുരങ്ങുകളെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. മരത്തിൻ്റെ മണ്ടേന്നൊക്കെ കുരങ്ങുകൾ താഴോട്ട് ചാടുന്നു, ചിലപ്പം വേറെ ബ്രാഞ്ചിലോട്ട് ചാടുന്നു, നിലത്തോട്ട് ചാടുന്നു. അപ്പോൾ ചാടുന്ന സമയത്തൊക്കെ നമ്മൾ ഓർക്കും ഇവർക്ക് എന്തുകൊണ്ടാണ് ഒന്നും പറ്റാത്തത്. ചിലപ്പോൾ നമ്മളൊരു മരത്തിൻ്റെ മണ്ടെന്ന് ചാടി നമ്മുടെ കയ്യോ കാലൊക്കെ ഓടിയും. അപ്പോൾ ഈ കുരങ്ങുകൾക്കൊന്നും പറ്റുന്നില്ല. അദ്ദേഹം കുറേ ചത്തുപോയ കുരങ്ങുകളെയൊക്കെ എടുത്ത് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായി കുരങ്ങുകളുടെ കൈയും കാലും ഒക്കെ ഒടിയാറുണ്ട്. ചില സമയത്തൊക്കെ നന്നായിട്ട് പ്രോപ്പറായിട്ട് ഫ്രാക്ചറൊക്കെ ആകുന്നുണ്ട്. പക്ഷേ ഇത് എളുപ്പത്തിൽ അത് ക്യൂർ ആകുന്നു. പെട്ടെന്ന് തന്നെ അത് ഒന്നിച്ച് ചേരുകയും പിന്നീട് അവർക്ക് മരത്തിലോട്ട് കയറാനും ചാടാനും ഒക്കെ സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതൊക്കെയായിരുന്നു ലംഗൂർസിൻ്റെയും മക്കാക്സിനെയും കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് കേരളത്തിൽ കാണുന്ന കുരങ്ങുകളെ ഒന്നായിട്ട് പരിചയപ്പെടാം. ആദ്യത്തേത് നാട്ടുകുരങ്ങ്. ഇതിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ ഇംഗ്ലീഷിലെ പേര് ബോണറ്റ് മക്കാക്ക് എന്നാണ്. ഇതിൻ്റെ ഇംഗ്ലീഷിലെ പേര്. ഈ ബോണറ്റ് മക്കാക്ക് എന്ന് പറഞ്ഞ് പേര് വരാൻ തന്നെ ഒരു കാര്യമുണ്ട്. ബോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് യൂറോപ്പിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തൊപ്പിക്ക് പറയുന്ന പേരാണ് ബോണറ്റ്. നമുക്കറിയാലോ, നമ്മുടെ ഷവർ ക്യാപ്പൊക്കെ ഇച്ചിരി വീതി കൂടിയിട്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ക്യാപ്പാണ് ബോണറ്റ്. ഇത് ഈ നമ്മുടെ നാട്ടുകുരങ്ങിൻ്റെ മേളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൃത്യമായിട്ട് ഒരു ബോണറ്റ് തൊപ്പി വെച്ചേക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇതിന് ഈ ബോണറ്റ് മക്കാക്ക് എന്ന് പേര് വരാൻ കാര്യം. ഈ നാട്ടുകുരങ്ങ് ഒരു ബ്രൗൺ കളറിലുള്ളൊരു കുരങ്ങാണ്. അതിൻ്റെ മുഖത്തൊക്കെ നല്ല പിങ്ക് നിറം നമുക്ക് കാണാൻ പറ്റും. നല്ല നീളമുള്ള വാലുണ്ട്. ഏകദേശം 4 മുതൽ 8 കിലോ വരെ ഭാരം വെക്കുന്ന ഒരു കുരങ്ങാണ് ഈ നാട്ടുകുരങ്ങ്. നമ്മുടെ നാട്ടുകുരങ്ങ് അല്ലെങ്കിൽ ബോണറ്റ് മക്കാക്കിനെ തിരിച്ചറിയാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും നമുക്ക്. പക്ഷേ അതേസമയം നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ തന്നെ ഇരിക്കുന്ന വേറെ സ്പീഷീസ് ഉണ്ട്. അതിന് റീസസ് മക്കാക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാനിവിടാം. കണ്ടാൽ ഒരു പക്ഷേ പെട്ടെന്ന് ഒരുപോലെ ഇരിക്കും. പക്ഷേ അതിൻ്റെ തലയുടെ മേളിൽ അങ്ങനെ തൊപ്പിയില്ല. അതിൻ്റെ മുഖത്തും അതിൻ്റെ ബാക്കിലും ഒക്കെ നല്ല റെഡ് നിറം അല്ലെങ്കിൽ ചുവപ്പ് നിറം കൂടുതലാണ്. അതുപോലെ അതിന് വാലിന് നീളക്കുറവാണ്. പക്ഷേ റീസസ് മക്കാക്കുകളൊക്കെ ഭയങ്കര അഗ്രസീവാണ്. നമ്മുടെ കുരങ്ങുകളെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കുരങ്ങുകളൊക്കെ ഭയങ്കര അഗ്രസീവാണ്. ചില സമയത്തൊക്കെ ഈ റീസസ് മക്കാക്കൊക്കെ ലോറിയിലൊക്കെ കയറിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വരാറുണ്ട്. ഇവിടെ വയനാട്ടിലെ ചുരത്തിലും ബാക്കി പല സ്ഥലത്തുമൊക്കെ ഈ റീസസ് മക്കാക്കുകളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ രാത്രിയിലൊക്കെ അവർ ഏതെങ്കിലും ലോറിയെ കയറിയിട്ട് ഇവിടെ വരുന്നതായിരിക്കും. അങ്ങനെ ഈ ബോണറ്റ് മക്കാക്കുകൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എൻഡമിക്കാണ്. ഈ സൗത്ത് ഇന്ത്യ മാത്രമാണ് ഈ ബോണറ്റ് മക്കാക്കുകളൊക്കെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവർ പല ഹാബിറ്റാറ്റിൽ കാണാറുണ്ട്. നിത്യഹരിത വനം മുതൽ ഇലപൊഴിയും കാടുകൾ മുതൽ പ്ലാന്റേഷൻ നമ്മുടെ വീടിനടുത്തൊക്കെ വരെ ഇവരെ സാധാരണയായിട്ട് കാണാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള കായ്കനികളും പലതരത്തിലുള്ള ഇലകളും ഒക്കെ ഇവർ ഭക്ഷിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷികളുടെ മുട്ടകളും ചെറിയ ജീവികളെയും ചെറിയ പല്ലികളെയും ഒക്കെ ഇവർ പിടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇവരൊരു ഒംനിവോറസ് ആണ്. പലതരത്തിലുള്ള ഭക്ഷണം ഇവർ കഴിക്കാറുണ്ട്. ഈ ബോണറ്റ് മക്കാക്കുകളൊക്കെ സാധാരണ ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. ഒരു ഗ്രൂപ്പിൽ തന്നെ 10 മുതൽ ചിലപ്പോൾ 30-40 വരുന്ന വലിയ കൂട്ടങ്ങളെയൊക്കെ തന്നെ കാണാറുണ്ട്. ചിലപ്പം 2-3 ഉള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള മെയിലുകൾ കാണും. സബഡൽസ് മെയിൽസും ഫീമെയിലും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. കുരങ്ങന്മാരുടെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഇവർ കൂട്ടമായിട്ട് മനുഷ്യവാസ മേഖലയിലോട്ട് ഇവർ ഇറങ്ങാറുണ്ട്. പ്രത്യേകിച്ച് കാടിനടുത്തുള്ള കൃഷിയിടങ്ങളിലും ചില സമയത്ത് കാടിൽ നിന്നൊക്കെ വളരെ ദൂരെയുള്ള മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലൊക്കെ വന്നിട്ട് കൂട്ടമായിട്ട് ഇറങ്ങിയിട്ട് വളരെ നാശനഷ്ടങ്ങൾ ഇവർ വരുത്തി വെക്കാറുണ്ട്. അവർ കൃഷിയിടങ്ങളിൽ ഇറങ്ങി പലതരത്തിലുള്ള പച്ചക്കറികൾ കഴിക്കാറുണ്ട്. തെങ്ങിലൊക്കെ കയറിയിട്ട് തേങ്ങ ഇടാറുണ്ട്. പ്രത്യേകിച്ച് യങ്ങായിട്ടുള്ള ചെറിയ തേങ്ങകളൊക്കെ അവർ പറിച്ച് കഴിക്കാറുണ്ട്. പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളിലൊക്കെ കയറിയിട്ട് മൊത്തമായിട്ട് ഇവർ കഴിക്കാറുണ്ട്. അപ്പോൾ പല പഠനങ്ങളും പറയുന്നത് പന്നിയേക്കാളും ആനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തി വെക്കുന്നത് ഈ കുരങ്ങുകളാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള കാര്യം, പ്രത്യേകിച്ച് ഈ ചുരങ്ങളിലൊക്കെ, ഇപ്പോൾ വയനാട്ടിലുള്ള താമരശ്ശേരി ചുരമാണെങ്കിലും നെല്ലിയാമ്പതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും നമ്മൾ കാണുന്നൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയുടെ സൈഡിൽ ഇങ്ങനെ കുരങ്ങന്മാരിങ്ങനെ നിരന്നിരിക്കാറുണ്ട്. അപ്പോൾ മനുഷ്യർ പോയിട്ട്, ആൾക്കാർ പോയിട്ട്, ടൂറിസ്റ്റുകളൊക്കെ പഴവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഫീഡ് ചെയ്യും. അപ്പോൾ ഇവർ രാവിലെ വന്ന് ഭിക്ഷക്കാരെ പോലൊക്കെ ഇങ്ങനെ ഇവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി കുരങ്ങിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള ബിഹേവിയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാർ നമ്മളാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഈ കുരങ്ങൾക്ക് ഫീഡ് ചെയ്യുമ്പോൾ അവർക്കറിയാം എന്തായാലും ആൾക്കാർ വരും, വണ്ടി നിർത്തും, അവർ പഴങ്ങളോ ബനാനയോ ബാക്കി പലതരത്തിലുള്ള സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഇവർ സ്വതവേ ഭക്ഷണം തേടാനുള്ള ഇവരുടെ കഴിവുകൾ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നൊരു കാര്യം, കുരങ്ങ് പനിയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കുറേ കുരങ്ങ് പനി വന്നിട്ട് കുറേ കുരങ്ങുകൾ ചാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യരിലേക്കും ഈ കുരങ്ങ് പനി വ്യാപിക്കാറുണ്ട്. അപ്പം നമ്മൾ കുരങ്ങുമായിട്ട് ഇടപഴകുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുരങ്ങളുടെ അടുത്തോട്ട് പോകാതിരിക്കുക, അതിനെ തൊടാനോ തലോടാനോ ഒന്നും ഒരിക്കലും അടുത്തോട്ട് പോകരുത്. ഈ കുരങ്ങിനെ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ള, ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ഈ ആൾക്കാരൊക്കെ ഈ ബൈക്കിലും കാറിലും ഒക്കെ വന്നിട്ട് ആ കുരങ്ങിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഈ കുഞ്ഞുകുട്ടികളെ, കൈക്കുഞ്ഞുങ്ങളെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയൊക്കെ കുരങ്ങിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനോ അതിനെ കാണിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതങ്ങനൊന്നും ഒരിക്കലും ചെയ്യില്ല. ഈ കുരങ്ങൊക്കെ മാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അസുഖം വരാനോ അതുപോലെ റേബീസിനുള്ള വാക്സിനൊക്കെ എടുക്കേണ്ടേക്ക് വരും. അപ്പം ദയവ് ചെയ്തിട്ട് കൊച്ചു കുട്ടികളെയായിട്ടൊന്നും കുരങ്ങിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക. അടുത്തത് മറ്റൊരു മക്കാക്കായ ലയൺ ടെയിൽ മക്കാക്ക് അല്ലെങ്കിൽ സിംഹവാലൻ കുരങ്ങ്. ഇത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസാണ്. ഇത് നമ്മുടെ നാട്ടുകുരങ്ങിനേക്കാളിലും
വലുപ്പക്കുറവാണ്. ഏകദേശം 4 കിലോ മുതൽ 7 കിലോ വരെയാണ് ഭാരം ഇതിനുള്ളത്. ഇത് കറുത്ത നിറത്തിലാണ്. അതുപോലെ വെളുത്ത നിറത്തിലുള്ള സടയുണ്ട്. നെറ്റിയിൽ കറുത്ത നിറം പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ചെറിയ വാലാണ്, നീളം കുറഞ്ഞ വാലാണുള്ളത്. ആ വാലിൻ്റെ അറ്റത്ത് സിംഹത്തിൻ്റെയൊക്കെ വാല് പോലുള്ള രോമം കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സിംഹവാലൻ കുരങ്ങെന്ന് പേര് വരാനായിട്ട് കാര്യം. ഈ ലയൺ ടെയിൽ മക്കാക്ക് അല്ലെങ്കിൽ സിംഹവാലൻ കുരങ്ങുകൾ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് കാണപ്പെടുന്നത്: കേരളം, തമിഴ്നാട്, കർണാടക. ഈ 3 സംസ്ഥാനങ്ങളിലെ നിത്യഹരിത വനങ്ങളും അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫ്രൂട്ട്സാണ്. നമ്മുടെ ചക്ക കഴിക്കാറുണ്ട്, നാട്ടിൻപുറത്തൊക്കെ ഇറങ്ങിയിട്ട് ചില സമയത്ത് ചക്ക കഴിക്കാറുണ്ട്. എന്നാൽ കാട്ടിൽ ഇവർ കൂടുതലായിട്ട് കഴിക്കുന്ന വെടിപ്ലാവ് എന്ന് പറഞ്ഞ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ കായ് ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കായാണ്. അത് കൂടുതലായിട്ട് ഇവർ കഴിക്കാറുണ്ട്. അതുകൂടാതെ പലതരത്തിലുള്ള ഫ്രൂട്ട്സും ഇലകളും ഒക്കെ ഇവർ കഴിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രാണികളെയും പക്ഷികളുടെ മുട്ടയൊക്കെ എടുത്ത് ഇവർ ഭക്ഷിക്കാറുണ്ട്. ഈ സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്നുണ്ട്, പിന്നെ അഗസ്ത്യമലയിൽ കാണപ്പെടുന്നുണ്ട്, പെരിയാർ ടൈഗർ റിസർവിലുണ്ട് ഇത്. അതുകൂടാതെ നെല്ലിയാമ്പതിയിലും അത്യാവശ്യം നല്ലൊരു പോപ്പുലേഷൻ ഉണ്ട്. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സിംഹവാലൻ കുരങ്ങിനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ സിംഹവാലൻ കുരങ്ങുകൾ ഏകദേശം 4200 അല്ലെങ്കിൽ 4500 ഇടയ്ക്ക് നമ്പർ മാത്രമേ ഈ ലോകത്തിൽ കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനൊരു എൻഡേഞ്ചേർഡ് സ്പീഷീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സിംഹവാലൻ കുരങ്ങുകൾ കാട്ടിലുള്ള പലതരത്തിലുള്ള പഴങ്ങളും വിത്തുകളൊക്കെ കഴിക്കാറുള്ളതുകൊണ്ട് വിത്ത് വിതരണത്തിന് ഇവർ നന്നായിട്ട് സഹായിക്കാറുണ്ട്. ഇവരെ പറ്റി പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാലോ, ഇവർ 4500 താഴെ മാത്രമുള്ള ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. അപ്പം നമുക്ക് കേരളത്തിൻ്റെ ബോർഡറായിട്ടുള്ള വാൽപ്പാറ എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട്. അവിടെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു NGO, NCF അല്ലെങ്കിൽ നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു NGO കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറേ വർഷങ്ങളുടെ 10 വർഷമായിട്ട് ഇവർ ഇതിനു വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവർ തുടങ്ങിയ സമയത്ത് ഇത് ചെയ്യാനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറേയേറെ റോഡ് കില്ല്. കാരണം അവർ കാട്ടിൽ മാത്രമല്ല അവിടെയുള്ള പ്ലാന്റേഷൻ അടുത്തൊക്കെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഇവർ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് ആൾക്കാർ വണ്ടി സ്പീഡിൽ ഓടിച്ച് വന്നിട്ട് കുറേയേറെ റോഡ് കില്ല്. ഒരു വർഷം തന്നെ 10-15 അധികം സിംഹവാലൻ കുരങ്ങുകൾ അവിടെ റോഡിൽ ചത്തു വീഴുന്ന കണ്ടപ്പോഴത്തേക്കിന് അവർ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ തുടങ്ങി. ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരാളെ അവിടെ ഏർപ്പെടുത്തി. ഒരാളൊരു മങ്കി ക്രോസിംഗ് എന്ന് പറഞ്ഞൊരു ബോർഡ് പിടിച്ചിട്ട് ഒരു മനുഷ്യൻ അവിടെ നിൽക്കാൻ തുടങ്ങി. അവിടുന്ന് ഏത് സമയത്തും ഈ കുരങ്ങൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടികൾ വരുന്ന സമയത്ത് പുള്ളി ഈ ബോർഡ് കാണിക്കും. അപ്പം ആൾക്കാർ സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു. പിന്നെ ഒരു കാര്യം ചെയ്യുന്നത്, 2 റോഡിൻ്റെ ഇടയ്ക്കായിട്ട് അവർ കുറേ ബ്രിഡ്ജുകൾ ഉണ്ടാക്കി. ഈ കുരങ്ങിന് മരത്തിൽ നിന്ന് അടുത്ത മരത്തിലോട്ട് പോകാനായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. അപ്പോൾ ആ ബ്രിഡ്ജിൽ കൂടെ ഇവർ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് കുറേയേറെ കുരങ്ങുകളിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിരുന്നാലും ഇപ്പം കുറേയേറെ കുരങ്ങുകൾ, വളരെ കുറച്ച് കുരങ്ങുകൾ മാത്രമേ ഇപ്പോൾ ചാകുന്നുള്ളൂ. എന്നിരുന്ന ഞാൻ ഒരാഴ്ച മുമ്പ് അവരോട് സംസാരിച്ചപ്പോഴത്തേന് കഴിഞ്ഞ വർഷം ഏകദേശം 2-3 കുരങ്ങുകൾ എന്നിട്ടും ചത്തുപോയി. ആൾക്കാർ വളരെ സ്പീഡായിട്ട് അതിൽ പോകാറുണ്ട് കുരങ്ങുകൾ ക്രോസ് ചെയ്യുന്ന സമയത്ത്. എന്നിരുന്നാലും ഒരു 10-30 ഉണ്ടായിരുന്ന കുരങ്ങുകളുടെ നമ്പർ ഇപ്പോൾ ഏകദേശം 100-200-ലധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു നല്ല പ്രൊട്ടക്ഷൻ അവർ ചെയ്തു. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആളെ നിർത്താൻ തുടങ്ങി. ഇപ്പം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 2-3 ഫോറസ്റ്റ് ഗാർഡുമാരും വാച്ചർമാരും ഒക്കെ ഒരു ബോർഡൊക്കെ പിടിച്ചിട്ട് മങ്കി ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഈ കുരങ്ങിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവിടെ. അതോടൊപ്പം തന്നെ ഈ മനുഷ്യരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങി. പല NGOസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരെ ആൾക്കാരും ഒക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ഓടിട്ട് വീടുകളൊക്കെയാണ്. കാരണം ഇവർ ഓടൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് ഇവർ വീടിനകത്തൊക്കെ ചെന്നിട്ട് ഭക്ഷണമൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് അവർ ഷീറ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ കുറേയേറെ ഹെൽപ്പുകൾ ഈ NGOs ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേയേറെ കോൺഫ്ലിക്റ്റുകൾ ഇപ്പോൾ അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഈ സിംഹവാലൻ കുരങ്ങളുടെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിന് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു അമ്പലമുണ്ട്. പുണ്ടരീകപുരം അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലം, വളരെ പഴയൊരു അമ്പലമാണ്. അവിടെ കുറേയേറെ ചുമർ ചിത്രങ്ങളുണ്ട്. അമ്പലത്തിലുള്ള കുറേയേറെ മ്യൂറൽസ് ഉണ്ട്. ഏകദേശം 100-200 വർഷത്തിലധികം പഴക്കമുള്ള ചുമർ ചിത്രങ്ങളാണെന്നാണ് കരുതപ്പെടുന്നത്. ആ ചുമർ ചിത്രങ്ങളുടെ ഇടയ്ക്ക് ഈ സിംഹവാലൻ കുരങ്ങുകളെയും വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് നോക്കണം, 100-200 വർഷങ്ങൾക്ക് മുമ്പ് സയൻറ്റിസ്റ്റുകളൊക്കെ ശാസ്ത്രജ്ഞരൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സിംഹവാലൻ കുരങ്ങുകളെ നമ്മുടെ ഒരു അമ്പലത്തിൽ അവിടെ മ്യൂറലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കോട്ടയം ജില്ലയിലാണുള്ളത്. അടുത്തത് നീലഗിരി ലങ്കൂർ, മലയാളത്തിൽ ഇതിന് കരിങ്കുരങ്ങ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ നിറം കൊണ്ട് ഒരു പക്ഷേ ഒറ്റ നോട്ടത്തിൽ സിംഹവാലൻ കുരങ്ങുമായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു കുരങ്ങാണ് ഈ നീലഗിരി ലങ്കൂർ. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിന് മനസ്സിലാവും, നീലഗിരി ലങ്കൂർ എന്ന് പറയുന്നത് നല്ല വലുപ്പമുള്ള ഒരു കുരങ്ങാണ് നീലഗിരി ലങ്കൂർ. അതുപോലെ നല്ല നീളമുള്ള വാലും ഉണ്ട്. പിന്നെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വെളുത്ത സടയുടെ ഫോർഹെഡിൽ, സിംഹവാലൻ കുരങ്ങിൻ്റെ ഫോർഹെഡിൽ കറുത്ത നിറമുണ്ട്. ആ കറുത്ത നിറം നീലഗിരി ലങ്കൂറിനില്ല. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് നീലഗിരി ലങ്കൂറിനെയും സിംഹവാലൻ കുരങ്ങിനെയും തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഈ രണ്ടിൻ്റെ ഫോട്ടോ ഇവിടെ ഇടാം. അപ്പോൾ ഫോട്ടോ കണ്ടാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും സിംഹവാലൻ കുരങ്ങും നീലഗിരി ലങ്കൂറും തമ്മിലുള്ള വ്യത്യാസം. ഈ നീലഗിരി ലങ്കൂറുകളൊക്കെ ഒരു 10 മുതൽ 14 കിലോ വരെ ഭാരം വെക്കുന്ന കുരങ്ങുകളാണ്. ഇവരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങളും ചോലക്കാടുകളിലും അതിനോടനുബന്ധിച്ചുള്ള കാടുകളും ചില സമയത്തൊക്കെ
ഇലപൊഴിയും കാടുകളിലൊക്കെ ഇവരെ അപൂർവമായിട്ടൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെ സൗണ്ടിനുണ്ട് ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലുള്ള ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന് പറഞ്ഞ ആ പക്ഷിയുടെ സൗണ്ട് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അതുപോലത്തെ സൗണ്ടിൽ 2-3 ഇരട്ടിയിൽ മുഴങ്ങുന്ന സൗണ്ടാണ് ഈ കരിങ്കുരങ്ങൾക്കുള്ളത്. ഞാൻ ആദ്യമായിട്ട് കുറേ വർഷം മുമ്പ് പെരിയാർ ടൈഗർ റിസർവിൽ പോയപ്പോഴത്തേക്കിന് ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഈ ഉപ്പനായിരിക്കും അവിടെ നിന്ന് ഈ കൂവുന്നതെന്ന്. പക്ഷേ നമ്മുടെ സുഹൃത്ത് നാച്ചുറലിസ്റ്റ് പറഞ്ഞു തന്നത് ആക്ച്വലി നീലഗിരി ലങ്കൂറാണ്. അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. ഇവർ സാധാരണയായിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇലകളും പലതരത്തിലുള്ള കായ്കളും ഒക്കെയാണ് ഇവർ സാധാരണമായിട്ട് കഴിക്കുന്നത്. അടുത്ത 2 ഹനുമാൻ കുരങ്ങൾ അല്ലെങ്കിൽ ഗ്രേ ലങ്കൂർസ് ആണ്. അതിൽ ആദ്യത്തേത് ടഫ്റ്റഡ് ഗ്രേ ലങ്കൂർ അല്ലെങ്കിൽ മലയാളത്തിൽ തൊപ്പി ഹനുമാൻ കുരങ്ങെന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള പേര്. ഇത് കാണുന്നത് മഴനിഴൽ പ്രദേശങ്ങളാണ്. കേരളത്തിൽ ഇത് കാണുന്നത് ചിന്നാറിലൊക്കെയാണ് സാധാരണമായിട്ട് ഇത് കാണപ്പെടുന്നത്. ഒരുപക്ഷെ പാലക്കാട് ഗ്യാപ്പിന് തെക്കോട്ട് കേരളത്തിൻ്റെ ബോർഡർ സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷെ ഈ ലങ്കൂറിനെ കാണാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരനിറത്തിലാണ് അതിൻ്റെ ദേഹം മൊത്തവും. അതിൻ്റെ മുഖമൊക്കെ കറുത്ത നിറത്തിലാണ്, ചെവിയൊക്കെ കറുത്ത നിറത്തിലാണ്. അതിൻ്റെ തലയ്ക്ക് മേളിലായിട്ട് ഒരു തൊപ്പി വെച്ചാലും മേളിലോട്ട് ഹെയർ ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അത് കണ്ടാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ടഫ്റ്റഡ് ഗ്രേ ലങ്കൂറിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ തൊപ്പി വെച്ച പോലെ ഇങ്ങനെ ഹെയർ ഇങ്ങനെ മേളിലോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് തൊപ്പി ഹനുമാൻ കുരങ്ങെന്ന് മലയാളത്തിൽ പേര് വരാനായിട്ട് കാര്യം. ഇതിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നീലഗിരി ലങ്കൂറൊക്കെ കഴിക്കുന്ന പോലെ പലതരത്തിലുള്ള ഇലകളും കായ്കളും പൂക്കളും ഒക്കെയാണ് ഇവർ സാധാരണയായിട്ട് കഴിക്കാറുള്ളത്. ഇത് കാണപ്പെടുന്നത് കേരളം, തമിഴ്നാട്ടിൽ കാണാറുണ്ട്, കർണാടകയുടെ വരണ്ട പ്രദേശങ്ങൾ, ആന്ധ്രാപ്രദേശങ്ങൾ ഇങ്ങനെ സംസ്ഥാനങ്ങളിലാണ് ഇതിനെ കാണപ്പെടുന്നത്. അടുത്ത ഹനുമാൻ ലങ്കൂർ ബ്ലാക്ക് ഫുട്ടഡ് ഹനുമാൻ ലങ്കൂർ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റേൺ ലങ്കൂർ എന്ന് ഇതിന് വേറെ പേരുമുണ്ട്. ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത് 3 സംസ്ഥാനങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഗോവ കാണപ്പെടുന്നുണ്ട്, കർണാടക, കേരള, ഇങ്ങനെ 3 സംസ്ഥാനങ്ങളിലാണ് ഈ ലങ്കൂർ കാണപ്പെടുന്നത്. ഇതിന് മലയാളത്തിലുള്ള പേര് കരിങ്കയ്യൻ ഹനുമാൻ കുരങ്ങൻ എന്നാണ് ഇതിന് മലയാളത്തിലുള്ള പേര്. ഇതിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടഫ്റ്റഡ് ഗ്രേ ലങ്കൂറുമായിട്ട് അതിൻ്റെ കൈയും കാലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കറുത്ത നിറത്തിലാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിംഗർ മുതൽ മേളിലോട്ട് ഇങ്ങനെ കറുത്ത നിറം വ്യാപിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ കാലിലോട്ടും അത് വ്യാപിച്ചിരിക്കുന്നു. അത് കണ്ടാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ബ്ലാക്ക് ഫുട്ടഡ് ലങ്കൂറിനെ തിരിച്ചറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനെ കാണുന്ന സാധാരണ മഴ കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഇതിനെ കാണപ്പെടുന്നത്. കേരളത്തിൽ ഇതിനെ കാണപ്പെടുന്ന ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട്, വയനാട്ടിൽ ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഒരുപക്ഷെ കണ്ണൂരിലും കാസർഗോഡിനോടും ഒക്കെ ഉള്ള അടുത്ത് കർണാടകത്തിനോട് അടുത്ത് വരുന്ന പ്രദേശമൊക്കെ ഇതിനെ കാണാനായിട്ട് സാധ്യതയുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറ്റു ലങ്കൂറുകളൊക്കെ ആയിട്ട് സിമിലർ ആണ്. ഈ ഗ്രേ ലങ്കൂറിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കറിയില്ല, കേരളത്തിൽ നമുക്ക് 2 സ്പീഷീസ് ഉണ്ട്. അതുകൂടാതെ ഇന്ത്യയുടെ പല ഭാഗത്തുമായിട്ട് 6-7 സ്പീഷീസ് ഗ്രേ ലങ്കൂർസ് ഉണ്ട്. ഇവരുടെ വാലിനും ഉണ്ടൊരു പ്രത്യേകത. അടുത്തിടയ്ക്ക് വന്നൊരു പഠനം അനുസരിച്ച് ഓരോ ഗ്രേ ലങ്കൂർ സ്പീഷീസുകളും അവർ വാല് പിടിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഈ വാല് പിടിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഈ ഓരോ സ്പീഷീസിനെ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഓരോ സ്പീഷീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഇനിയും കുറച്ച് കാര്യങ്ങളോട് പറയാനുള്ള, ഓരോ ലങ്കൂർസൊക്കെ ഗ്രൂപ്പായിട്ടാണ് കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇവർ രാത്രി കാലങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു വലിയ പൊക്കമുള്ള മരത്തേലൊക്കെ കയറിയിട്ട് അതിൻ്റെ ബ്രാഞ്ചിൻ്റെ തൊട്ട് സൈഡിലൊക്കെ അതിൻ്റെ ടിപ്പിലൊക്കെ പോയിട്ട് ഒരുമിച്ചിരുന്നിട്ടാണ് ഇവർ രാത്രിയിലൊക്കെ റൂസ്റ്റ് ചെയ്യുന്നത്. അത് എളുപ്പത്തിൽ ഇവർക്ക് ഏതെങ്കിലും പ്രീഡേറ്റർ, ഇപ്പോൾ ലെപ്പേർഡോ ബാക്കിയുള്ള ഈ ക്യാറ്റ്സ്, ചെറിയ ക്യാറ്റ്സൊക്കെ മരത്തിൽ കയറി ഇവരെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാഞ്ചിൻ്റെ തൊട്ട് ടിപ്പിൽ പോയിരുന്നിട്ട് ഇവർ രാത്രി റൂസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ബ്രീഡിങ് ടൈം ഒന്നുമില്ല. ഒരു വർഷത്തിൽ പല സമയത്ത് ഇവർ ബ്രീഡ് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് ഒരു കുഞ്ഞാണ് ഇവർക്ക് ഉണ്ടാകാറുള്ളത്. ഈ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ തന്നെ അതിൻ്റെ അമ്മ മാത്രമല്ല നോക്കുന്നത്, അതിൻ്റെ കൂട്ടത്തിലുള്ള ഗ്രൂപ്പ് മൊത്തമായിട്ടും ഈ കുഞ്ഞുങ്ങളെ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ കുരങ്ങുകളെല്ലാം നല്ല വോക്കലായിട്ടുള്ള കുരങ്ങുകളാണ്. നല്ല എപ്പോഴും സൗണ്ട് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചും ഫൈറ്റ് ചെയ്തും ഒക്കെയാണ് ഇവരുടെ ഫാമിലി ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നത്. അപ്പം എളുപ്പത്തിൽ ഇവരെ സൗണ്ട് കേട്ട് തന്നെ നമുക്കറിയാം ഒക്കെ ഇവിടെ ഒരു കുരങ്ങിൻ്റെ കൂട്ടം ഉണ്ടെന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. അത്രയൊക്കെയുള്ളൂ ഈ കുരങ്ങന്മാരെ പറ്റിയുള്ള വിവരങ്ങൾ. ഇനിയും കേരളത്തിന് വെളിയിൽ കുറേയേറെ സ്പീഷീസ് ഉണ്ട്. പല ജനുസിൽപ്പെട്ട പലതരത്തിലുള്ള കുരങ്ങളൊക്കെ ഉണ്ട്. ഇനി സമയം കിട്ടുമ്പോൾ പലപ്പോഴും ആ കുരങ്ങുകളിലെ സ്പീഷീസുകളൊക്കെ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നാട്ടുകുരങ്ങല്ലാതെ വേറെ ഏതെങ്കിലും കുരങ്ങിനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ നീലഗിരി ലങ്കൂറിനെയോ സിംഹവാലം കുരങ്ങിനെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.